അപ്പോൾ ചില കുരുട്ടുവഴികൾ കൂരാട് അപകടം നടന്നു. ചില കുരുട്ട് റോഡുകൾ ബുദ്ധിപരമായ നീക്കത്തിലൂടെ നമുക്ക് പല ദേശത്തുള്ള ആളുകൾക്ക് ഈ തിരൂരങ്ങാടിയിലെ ബ്ലോക്ക്, അതുപോലെ താഴെക്കൊപ്പുറം പനമ്പുഴ റോഡുകളിലെ ബ്ലോക്കുകളൊക്കെ തരണം ചെയ്ത് കുരുട്ട് തന്ത്രപരമായിട്ട് എങ്ങനെ പോകാമെന്നുള്ള കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. നിങ്ങൾ ഷെയർ ചെയ്യുക. ഏതായാലും ഇപ്പോൾ ഒന്ന് കണ്ടില്ലതാ, രണ്ട് ഭാഗം പൊളിഞ്ഞ അസൈഡിലും പൊളിഞ്ഞിങ്ങനെ. ഇതാണ് പാടത്ത് വെള്ളം കെടുക്കണുണ്ടില്ലേ. ഏത് നിമിഷം സർവീസ് റോഡ് നമുക്ക് കയറാനും ഇപ്പോൾ കുറഞ്ഞതാണ്, കയറും. അത് എല്ലാ കൊല്ലം 2-3 വട്ടം കയറും ഈ ഹൈറ്റാണെങ്കിൽ. ഇനിയിപ്പോൾ ഏതായാലും ഇത് ഹൈറ്റൊക്കെ മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട്. കാരണം പാടം പഠിച്ചുമ്പോൾ പാടം പഠിച്ചു. അപ്പോൾ നമ്മൾ കുരുട്ട് വഴികൾ, അതായത് തന്ത്രപരമായി തിരൂർ ഭാഗത്തുള്ള ആളുകൾക്ക്, പരപ്പനങ്ങാടി ഭാഗത്തുള്ള ആളുകൾക്ക്, അതുപോലെ വേങ്ങര ഭാഗത്ത്, കോട്ടക്കൽ ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ബ്ലോക്കിൽ, തിരുവങ്ങാടിക്കും മറ്റും ബ്ലോക്കിൽ പെടാതെ എങ്ങനെ ഊടുവഴിക്ക് വരാമെന്നെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ വെന്നിയൂർ, കോട്ടക്കൽ, അതുപോലെ തിരൂർ ഭാഗത്തു നിന്നൊക്കെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ, നമ്മൾ കൂരാട് അപകടം നടന്നു. അപ്പോൾ ആ പാലത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ, അടിയുണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വേറെ റോഡ് പോണ്ട്. നല്ല ക്ലാസ് റോഡാണ്. റോട്ടുമ്പിൽ ചോറും കറിയും പറഞ്ഞ് വെച്ചാണ്ട് നല്ല അത്രയും ഫിനിഷിങ്. ഈ അടുത്ത് ടാർ ചെയ്താണ്. PW റോഡാണ്. പാക്കടപ്രായ വഴി, പാക്കടപ്രായെന്ന് ഇങ്ങനെയാണ് കക്കാടമ്പുറം വഴിക്കോ അല്ലെങ്കിൽ കുന്നമ്പുറം വഴിക്കൊക്കെ നല്ല ഉഷാറായിട്ട് പോകാനുള്ളൊരു വഴിയുണ്ട്. പനമ്പുഴയ്ക്കൽ ആ ബുദ്ധിമുട്ടിൽ പെടാതെ നിങ്ങൾക്ക് പോകാം. പക്ഷെ അതിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. അതാണ് കുറച്ച് കഴിഞ്ഞാൽ കാണിച്ച എപ്പോഴും എന്തല്ല ആ റൂട്ട് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൂരാട്ടിൽ നിന്ന് ഈ റൂട്ട് എടുക്കുമ്പോൾ ഉള്ളൊരിത് ഇപ്പം നിലവിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പാടം കണ്ടില്ല, എവിടെയും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഈ പാടം ഇതിലേറെ ഹൈറ്റ് കുറവായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇവിടെ നവീകരിച്ചത്. നല്ല കോടിക്കണക്കിന് ഉറുപ്പിക മുടക്കി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ റോഡും നമുക്ക് അടി. അപ്പോൾ ഇനി കോട്ടക്കൽ ബൈക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ കച്ചേരിപ്പടി, അതായത് പുത്തനങ്ങാടി കച്ചേരിപ്പടി വഴി വരുന്നതായിരിക്കും നല്ലത്. കോട്ടക്കൽ വരും. തിരൂർ വരുന്ന ആളുകൾക്കൊക്കെ എയർപോർട്ടിലേക്ക് മറ്റുള്ള വഴികളുണ്ട്. അതായത് ചമ്മാട് ടച്ച് ചെയ്യാതെ പരപ്പനങ്ങാടിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് വരുന്നത് ഒന്നുകൂടിയും ഗുണമാവും നല്ല വെള്ളമുള്ള സമയങ്ങളിൽ. കാരണം ഇവിടെയൊക്കെ മിക്ക റോഡുകളും അടയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പനമ്പയും ഇവിടെയൊക്കെ തിരക്കുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല റൂട്ടുകളും ഉപയോഗിക്കുക. പക്ഷേ ഈ വെന്നീർ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ റൂട്ട് കൂരാട്ടിൽ നിന്ന് ആ പാലത്തിൻ്റെ അടിയിൽ കൂടി പാക്കടപ്രായ വഴി എയർപോർട്ടിലേക്ക് പോകേണ്ടതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പരപ്പനങ്ങാടി, കോഴിക്കോട്, ചേളാരി ഭാഗത്തു നിന്നൊക്കെ വേങ്ങര ഭാഗത്തേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും ഉചിതമായ റൂട്ട് ഏതാ വെച്ചാൽ തലപ്പാറ വഴി കുളപ്പുറത്തുനിന്ന് എയർപോർട്ട് റോഡിലേക്ക് പോവുക. ഒരു 2 കിലോമീറ്റർ ആയാൽ കൊടുവായൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓപ്പോസിറ്റിലെ റോഡുണ്ട്. ഒരു മലമ്പ്രദേശത്ത് കൂടി പോകുന്ന സൈസ് റോഡുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. അതിലൂടെ വന്നാൽ ഒരു പാടത്തു കൂടി മാടഞ്ചിനാറുന്ന സ്ഥലത്തെത്തും. അവിടുന്ന് ആ ഇങ്ങനെ പാക്കടപ്രായ വഴി പോകേണ്ടതാണ് ഏറ്റവും ഉചിതമായ റോഡ്. പക്ഷെ അവിടുത്തെ ഇപ്പോൾ സാഹചര്യം ഇതാണ്. വെള്ളം കയറാനായി. ഇതാണ് പാടം. ഏത് നിമിഷം വെള്ളം കയറുന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. ഇതുണ്ടില്ലേ, കുട്ടികളെ നീന്തി കുടിക്കണം. ഒരാളെ 2 വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ അടയാണെങ്കിൽ ഏറ്റവും നല്ലത് കക്കാടമ്പുറം പോവുക. കക്കാടമ്പുറത്ത് നിന്ന് കുറ്റൂർ വഴി അത് റോഡുണ്ട്. ഏകദേശമൊക്കെ അങ്ങനെ അവിടെ എത്തുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും. അവിടെ നിന്ന് പിന്നെ ഈ റൂട്ടിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മുട്ടുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തീരുക, ബാലംപീടി പറഞ്ഞ സ്ഥലത്ത് നിന്ന് വേങ്ങരക്ക് തീരുക. ബാലംപീടിയിൽ നിന്ന് തീരുമ്പോൾ കച്ചേരിപ്പടി വന്ന് കയറൽ. അപ്പോൾ വേങ്ങര ടൗണ് നേരിട്ടെത്തും. ഇനി ടൗണും കഴിഞ്ഞ് പോകേണ്ട ആളുകൾക്കാണ് ഏറ്റവും ബെറ്റർ മുട്ടുംപുറത്തുനിന്ന് വെട്ടുതോട് വഴി പോകുന്നുണ്ടായിരിക്കും നല്ലത്. പക്ഷേ ഇതാണ് മലമ്പ്രദേശമുള്ള റോഡുകളാണ്. ഈ ഭാഗത്ത് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കണം. നല്ല വളവുണ്ട്, ഇറക്കുണ്ട്, കയറ്റുണ്ട്.